എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ മാത്രമല്ല, ഇറാന്റെ പ്രോക്സിയും ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സംഘവുമായ ഹിസ്ബുള്ളയെ കൂടി നേരിടേണ്ടി വരുന്നതാണ് ഇസ്രായേലിന്റെ പരാജയത്തിന്റെയും നാശത്തിന്റെയും ആഴം വർദ്ധിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇറാൻ, ഹിസ്ബുള്ള എന്ന രണ്ട് പോർമുഖങ്ങളെയാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നഷ്ടത്തിന്റെ ആഴം വർദ്ധിക്കുന്നത്. ഹിസ്ബുള്ളയുമായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധം ഇപ്പോൾ അവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത്. ഗാസ യുദ്ധസമയത്ത് ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി പിന്മാറിയ ഇസ്രായേൽ പിന്നീട് ചെയ്തത് സിറിയയിലെ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ സിറിയൻ വിമത നേതാവായ അഹമ്മദ് ഷാറ ജോലാനിയെ സഹായിച്ച് കൂടെ കൂടുകയായിരുന്നു. ഇവരിങ്ങനെ ചെയ്തത് സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ സഹായത്തോടെ ഇറാനിൽ നിന്നും സിറിയ വഴി ആയുധങ്ങൾ ലെബനോനിലെ ഹിസ്ബുള്ളയ്ക്ക് എത്തുന്നത് തടയാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ തന്നെ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചതോടെ ഹിസ്ബുള്ളയ്ക്ക് ഇറാനിൽ നിന്നുള്ള ആയുധ സപ്ലൈ കട്ടാവുകയും ഹിസ്ബുള്ള ദുർബലമാവുകയും ചെയ്തതോടെ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ളയെ കടന്നാക്രമിച്ച് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് ലോകം കാണുന്നത്. അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പരസ്പര സഹായം വാഗ്ദാനം ചെയ്ത് സിറിയൻ വിമതസേനയ്ക്കൊപ്പം കൂടിയ ഇസ്രായേൽ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതോടെ ആ അവസരം ഉപയോഗിച്ച് സിറിയൻ സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളും ആക്രമിച്ച് നശിപ്പിക്കുന്നതിലും കൂടി ശ്രദ്ധ ചെലുത്തിയതോടെ സിറിയയിലെ പുതിയ ഭരണകൂടമായ അഹമ്മദ് ഷാറ ജോലാനി തീർത്തും ദുർബലമാവുകയാണ് ചെയ്തത്. ഇത് ഷാരയെ വല്ലാതെ നിരാശനാക്കി എന്ന് വേണം കരുതാൻ. ഈ നിരാശ തന്നെയാവും പിന്നീട് ലെബനോനിലെ ഹിസ്ബുള്ളയുടെ വളർച്ചയെ സഹായിച്ചത്. ഈ അവസരം നോക്കി ഇറാൻ ഷാരയെ ബന്ധപ്പെട്ടു എന്ന പത്രവാർത്തകൾ അന്നുണ്ടായത്. അതോടുകൂടി ഹിസ്ബുള്ളയ്ക്ക് ഇറാനിൽ നിന്നും പഴയ രീതിയിൽ വൻതോതിൽ ആയുധങ്ങൾ എത്തുന്നത് തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ തീർത്തും കെട്ടടങ്ങി എന്ന് വിശ്വസിച്ചിരുന്ന ഹിസ്ബുള്ള ഇപ്പോൾ ഈ യുദ്ധത്തിൽ ചേർന്നതോടെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ ഭയന്ന് ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ നിന്നും ഏകദേശം 60,000-ഓളം പേരെയാണ് ഇസ്രായേലിന് ഇതിനകം മാറ്റി പാർപ്പിക്കേണ്ടി വന്നത്. ഈ യുദ്ധത്തിലെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവ്, ഹൈഫ തുടങ്ങിയ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇറാൻ ആക്രമണങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇസ്രായേലിന്റെ ടൂറിസം, കൃഷി മേഖലകൾക്ക് കനത്ത തിരിച്ചടിയാവുകയും രാജ്യത്തിന് വൻ സാമ്പത്തിക നഷ്ടവുമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരി ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങളാണ്. ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മൊറോൺ എയർബേസ് എയർ കൺട്രോൾ സെന്ററിന് നേരെ പലതവണയാണ് ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണത്തിലൂടെ ഇവിടുത്തെ റഡാർ സംവിധാനങ്ങൾക്കും നിരീക്ഷണ ഉപകരണങ്ങൾക്കും വലിയ തോതിൽ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലെ മറ്റൊരു പ്രധാന എയർബേസായ രാമത്ത് ഡേവിഡ് എയർബേസിന് നേരെയും സ്ഥിരമായി ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ അതിർത്തി വേലിയിലുടനീളമുള്ള നിരീക്ഷണ ക്യാമറകളും അത്യന്താധുനിക സെൻസറുകളും സ്നൈപ്പർമാരെയും ഡ്രോണുകളെയും ഉപയോഗിച്ച് ഹിസ്ബുള്ള തകർത്തിരുന്നു എന്നുള്ളതാണ് സത്യം. അതോടുകൂടി ഇസ്രായേലിന്റെ അതിർത്തി സംരക്ഷണ നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഇനി ഹിസ്ബുള്ള കടന്നു കയറിയാൽ പോലും അവർക്ക് അറിയാൻ കഴിയില്ല. അടുത്തത് കിര്യത്ത് ഷിമോൺ എന്ന ജനവാസ കേന്ദ്രമാണ്. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഏറ്റവും അധികം പതിച്ച ഒരു നഗരമാണിത്. ഇവിടെ നൂറുകണക്കിന് വീടുകളും വാഹനങ്ങളും പൊതു സൗകര്യങ്ങളുമാണ് തകർന്ന് തരിപ്പണമായിട്ടുള്ളത്. 96,000-ഓളം പേർക്കാണ് സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടി വന്നത് എന്നോർക്കണം. അതുകൂടാതെ മരിച്ചവരുടെ എണ്ണം വളരെയധികമാണ്. ഇങ്ങനെ ഹിസ്ബുള്ള ഇസ്രായേലിനെ തീർത്തും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാൻ അയക്കുന്നത് പോലുള്ള പവർ കൂടിയ മിസൈലുകളാണ് ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ള അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയധികം നാശനഷ്ടങ്ങളും മരണങ്ങളും പരിക്കുകളും ഒക്കെ വർദ്ധിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയുടെ കൈവശമുണ്ടെന്നാണ് IDF കണക്കാക്കുന്നത്. ഇതിൽ ഇസ്രായേലിന്റെ ഏത് ഭാഗത്തും എത്താൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകളും ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കൈവശമുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് മുൻപ് തന്നെ വൻതോതിൽ ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം ആയുധങ്ങൾ അവരുടെ കൈവശം വന്നത്. ഈ 2 ലക്ഷത്തോളം മിസൈലുകളും മറ്റ് സാധനങ്ങളൊക്കെ ഈ ഹിസ്ബുള്ളയുടെ കൈവശമുണ്ടെങ്കിൽ എത്ര ലക്ഷമാവും ഇറാന്റെ കൈവശം ഉണ്ടാവുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവിടെയാണ് സ്ഥിരമായി ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ മുഴുവൻ ആയുധങ്ങളൊക്കെ തീർന്നു, അവരിപ്പം ചുമ്മാ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ്, ഞങ്ങൾ അവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. ഇയാളിങ്ങനെ നിരന്തരമായിട്ട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഭാഗത്താണ് ഇപ്പോൾ ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവർക്ക് ആയുധങ്ങൾ തീരാതിരിക്കുന്നത്? 4-5 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈന് ആയുധങ്ങൾ കൊടുത്ത് അമേരിക്ക സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ 2 കൊല്ലമായി ഇസ്രായേലും ഗസയും തമ്മിൽ നടന്നിരുന്ന യുദ്ധത്തിൽ
ഇസ്രായേലിനെ ആയുധങ്ങൾ കൊടുത്ത് അമേരിക്ക സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഏതാണ്ട് അമേരിക്കൻ ആയുധ കലവറ മുഴുവൻ തീരാറാവുമ്പോഴാണ് ഇറാനുമായി യുദ്ധത്തിന് പുറപ്പെട്ടത്. ഇപ്പം അത് പുലിവാലായിരിക്കുകയാണ്. എന്നാൽ ഇറാൻ്റെ ഭാഗത്ത് നേരെ തിരിച്ചാണ്. അവർ ഒരുപാട് മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകളെല്ലാം ഹിസ്ബുള്ളയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇറാൻ നിർമ്മിത ഇത്തരം ഡ്രോണുകൾ ഇസ്രായേലിലെ അയൺ ഡോൺ പ്രതിരോധത്തെ പോലും പലപ്പോഴും വെട്ടിച്ചുകൊണ്ടാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് നാശത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നത്. എന്നാൽ ഇസ്രായേലും ഇതിന് വൻതോതിൽ തിരിച്ചടികൾ ലെബനോനിൽ നടത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ആക്രമണങ്ങൾ മിക്കവാറും ഹിസ്ബുള്ളയെ നേരിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലുള്ള പ്രശ്നം. യുദ്ധം ചെയ്യുന്നത് ഹിസ്ബുള്ളയാണ്, പക്ഷേ ഇസ്രായേൽ പോയി ആക്രമിക്കുന്നത് ലെബനോനെയാണ്. ലെബനോൻ സർക്കാർ വേറെയാണ്. ലെബനോൻ സർക്കാരുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരു സായുധ സംഘമാണ് ഹിസ്ബുള്ള. ഇവർ യുദ്ധത്തൊഴിലാളികളാണ്. അവർ ഇറാന് വേണ്ടി സ്ഥിരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ലെബനോൻ മലനിരകളിൽ ഹിസ്ബുള്ള നിർമ്മിച്ചിരിക്കുന്ന നൂതനമായ തുരങ്ക ശൃംഖലകൾ അവരുടെ സൈനിക നീക്കങ്ങൾക്കും ആയുധങ്ങൾ ഒളിപ്പിക്കാനും വല്ലാതെ സഹായിക്കുന്നതാണ്. ഇതറിഞ്ഞിട്ടും ലെബനോന് മേൽ ഇസ്രായേൽ ആക്രമിക്കുന്നത് കൊണ്ട് ലെബനോൻ സർക്കാരും നിരപരാധികളായ ലെബനോനികളുമാണ് ഇതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരുന്നത്. ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുന്നതിന് ലെബനോൻ സർക്കാരിനെയാണ് IDF നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ലെബനോൻ സർക്കാരുമായി ചർച്ച നടത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ തടയണം എന്നൊക്കെയാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. ലെബനോൻ സർക്കാരിനേക്കാൾ ശക്തമാണ് ഹിസ്ബുള്ള ലെബനോനിൽ. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യാനാണ്? ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുന്നതിൽ ലെബനോൻ സർക്കാർ പരാജയപ്പെടുന്നത് കൊണ്ട് ലെബനോനുമായിട്ടുള്ള 2022 സമുദ്ര അതിർത്തി കരാർ ഇസ്രായേൽ റദ്ദാക്കുമെന്ന് ഇസ്രായേലിൻ്റെ വൈദ്യുതി മന്ത്രി ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് കടൽ വഴിയും ആയുധങ്ങൾ ഇറാനിൽ നിന്നും വരുന്നുണ്ട്. അതിനെ തടയാൻ വേണ്ടിയാണ് ഈ ലെബനോനുമായിട്ടുള്ള കടൽ അതിർത്തി എഗ്രിമെൻ്റൊക്കെ ഞങ്ങൾ റദ്ദ് ചെയ്ത് അവിടെ ഇസ്രായേലിൻ്റെ പട്രോളിംഗ് ഏർപ്പെടുത്തും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ഹിസ്ബുള്ള ഇങ്ങനെ വർദ്ധിപ്പിച്ചത് കാരണം ഹിസ്ബുള്ളയെ തടയാൻ ഇസ്രായേൽ കരസൈന്യം ലെബനോനിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ മിഡിൽ ഈസ്റ്റിൽ വന്നുകൊണ്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കരയുദ്ധം എന്നൊക്കെ പറയുന്നത് വളരെ തമാശ പോലെയാണ് കാണേണ്ടത്. അവർക്കൊന്നും ഒരിക്കലും അതിൽ കഴിയില്ല. ഇവർ എപ്പോൾ കരയുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ അന്നേരം എല്ലാം അടിമേടിച്ച് ആവശ്യത്തിലധികം ശവങ്ങളുമായിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഇസ്രായേൽ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ശ്രമിച്ചതാണ് ലെബനോനിൽ കരയുദ്ധം നടത്താൻ. അപ്പോഴൊക്കെ അവരുടെ മുഴുവൻ ടാങ്കുകളും പട്ടാളക്കാരെ എല്ലാം കൊന്ന് ഹിസ്ബുള്ള തിരിച്ച് ഓടിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഭയം കാരണം ഇത്തവണ വേണ്ടി വന്ന തിരിഞ്ഞോടാൻ വേണ്ടി ഇസ്രായേലിൻ്റെയും ലെബനോൻ്റെയും അതിർത്തി പങ്കിടുന്ന ലിത്വാനി നദിയുടെ ആ പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഇറങ്ങിയിട്ടുള്ളത്. രക്ഷയില്ലെങ്കിൽ ആറ്റിക്കൂടെ ചാടി സ്ഥലം വിടാമല്ലോ, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രംപ് അതിലും വലിയ നിലവിളിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിനൊപ്പം ഹോർമുസ് കടലിടുക്കിൽ ഇറാനെ പ്രതിരോധിക്കാൻ യൂറോപ്യൻ യൂണിയനിലെ ഒരുത്തനുമില്ല എന്നുള്ളതാണ്. ട്രംപ് നെതന്യാഹുവൊക്കെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തോളണം, ഞങ്ങൾക്ക് ആർക്കും ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൈയൊഴിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് ട്രംപ് ആകപ്പാടെ വിരളിയെടുത്തുകൊണ്ട് ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് ഇന്നലെ പറഞ്ഞത്, എൻ്റെ ഒപ്പം ആരും സഹകരിച്ചില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി വളരെ മോശമായിരിക്കും എന്നാണ് അയാൾ ഭീഷണിപ്പെടുത്തുന്നത്. നാറ്റോയുടെ ഭാവി മോശമായിരിക്കും എന്ന് പറയുന്നത് അമേരിക്ക നാറ്റോയിൽ നിന്നും പിന്മാറും എന്ന് മാത്രമേ ഉള്ളൂ. ട്രംപിന് ഒരു രക്ഷയില്ലാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എല്ലാവരും ട്രംപിനെ ഒറ്റപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ പോലും യുദ്ധത്തിൽ ട്രംപിനൊപ്പം സഹകരിക്കുന്നില്ല. അയാൾ നിരന്തരം ഇങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിപ്പം ചൈനയുടെ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി ചൈനയ്ക്ക് പോവുകയാണ്. അതും പറഞ്ഞിരുന്നു ഞാൻ. അയാൾ പറയുന്ന കാരണം ചൈനയുടെ 90% ക്രൂഡും വരുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇറാനിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ചൈനയ്ക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം അവിടെ തുറന്നു കിട്ടേണ്ടത് ആവശ്യമുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ ശരിക്കും ഈ ഹോർമുസ് കടലിൽ സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കപ്പലുകൾ ഒഴിച്ച് ഏത് രാജ്യത്തിൻ്റെയും കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാമെന്ന് പറഞ്ഞ് ഇറാൻ ഇപ്പോൾ ഈ വഴി തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. ശത്രു രാജ്യങ്ങളെ സഹായിക്കുന്നവരുടെ കപ്പൽ മാത്രം തിരഞ്ഞ് ആക്രമിക്കും എന്ന മുന്നറിയിപ്പും ഇറാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യത്തിനും ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇറാനുമായിട്ടും അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് ആരും ട്രംപുമായി സഹകരിക്കാൻ തയ്യാറാവാത്തത്. അതോടൊപ്പം ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം, ഇറാൻ ഭരണകൂടം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ കരാർ ആഗ്രഹിക്കുന്നത് കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാവുന്നില്ല എന്നൊരു പരാതിയാണ് അയാളിപ്പം പറയുന്നത്. ആദ്യമാദ്യം വലിയ ഭീഷണിയും ഇറാനെ തകർത്ത് കളയും, കൊന്നുകളയും, ചത്തുകളയും, വെട്ടിക്കളയും എന്നൊക്കെ വെല്ലുവിളിച്ച് നടന്ന ട്രംപ് ഇപ്പോൾ പരാതിയും നിലവിളിയും ഒക്കെയാണ് നടത്തുന്നത് എന്നതാണ് ഏറ്റവും പരിഹാസ്യമായ കാര്യം. അയാൾക്ക് യുദ്ധത്തിൽ നിന്ന് ഊരിപ്പോകാൻ കഴിയുന്നില്ല. അമേരിക്ക യുദ്ധം നിർത്തിയാലും ഇറാൻ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും എന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ നടക്കുന്ന യുദ്ധം ട്രംപിൻ്റെ എല്ലാ ദൗർബല്യങ്ങളെയും പുറത്ത് കൊണ്ടുവരികയാണ് എന്നുള്ളതാണ്
ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.